Hello dears, welcome to Utopia. ഗുഡ് ബാഡ് അഗ്ലി അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത തല അജിത് കുമാർ എത്തിയിരിക്കുന്ന പുതിയ ചിത്രം. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പലർക്കും ഓർമ്മ വരുന്നത് ഒരു പക്ഷേ ദ വെസ്റ്റേൺ ക്ലാസിക് സർജിയോ ലിയോണെ ക്ലിന്റ് ഈസ്റ്റ്വുഡ് കോമ്പിനേഷനിലുള്ള സിനിമയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓർമ്മകൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് പാടെ മാറ്റിക്കളയുക. കാരണം അതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഒരു രീതിയിലുമില്ല, പേരിൽ മാത്രമേ ഉള്ളൂ. പടം തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു കാർഡ് വരുന്നുണ്ട്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് GBU. അത് സിനിമ കണ്ടതിന് ശേഷം അതൊരു നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വാണിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ GBU വേൾഡിൽ ഗ്രാവിറ്റി അല്ലെങ്കിൽ ലോജിക്ക്, ഇങ്ങനെ ബുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ ലോകത്തില്ല. പിന്നെ അദിക് രവിചന്ദ്രൻ ഇതൊരു ഫുൾ ആൻഡ് ഫുൾ ഒരു അജിത് ഫാൻ ബോയ് സംഭവം പോലെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഫാൻ ബോയ് സംഭവം എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് പേട്ട എടുത്തിരിക്കുന്നത് രജനികാന്തിനെ വെച്ച്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന ലൂസിഫർ, അല്ലെങ്കിൽ ലോകേഷ് കനകരാജിൻ്റെ വിക്രം. പക്ഷേ അവിടെയൊക്കെ തന്നെ ഒരു മിനിമൽ പഴയ സിനിമകൾ, അവരുടെയൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പഴയകാല സിനിമകളിലൊക്കെ ഡയലോഗ്സ് അല്ലെങ്കിൽ ചെറിയ സീൻസൊക്കെ ഒരു മിനിമൽ റെഫറൻസ് പോലെയൊക്കെയാണ് പലരും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന പുള്ളി എല്ലാം അധികമാണ്. അതായത് വേറൊരു ലെവലിലേക്കാണ് പുള്ളി അതിനെ കൊണ്ടുപോകുന്നത്. അതായത് ഒരുപാട് സിനിമകളിലെ റെഫറൻസസ്. അപ്പം ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഒരു കാഴ്ചക്കാരനിലേക്ക് പറയാൻ സാധിക്കും. അതായത് നിങ്ങൾ ഒരു ഭയങ്കര അജിത് ഫാനാണ്, നിങ്ങളൊരു കുറേ അജിത് സിനിമകൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തമിഴ് പോപ്പ് കൾച്ചറിൽ അദ്ദേഹത്തിൻ്റെതായ ഡയലോഗുകൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഗുഡ് ആണ്. ബാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു സാധാരണ ജനറൽ ഓഡിയൻസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇതേപോലെ അജിത് കുമാറിൻ്റെ പഴയകാല സിനിമകളെ പറ്റിയിട്ടുള്ളൊന്നും വലിയ ജ്ഞാനം അറിവൊന്നുമില്ല. അതായത് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള സിനിമകൾ വാലി, അമർക്കളം, ബില്ല, ദീന, അട്ടഹാസം, വില്ലൻ, സിനിമകളുടെ എല്ലാം പല റെഫറൻസുകൾ, പല ഡയലോഗ്സുകൾ എല്ലാം കൂടെ കയറി വരുന്ന ഒരു സംഭവമാണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിനാണെങ്കിൽ ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗ്ലി. നിങ്ങൾ ഭയങ്കരമായി കഥ അല്ലെങ്കിൽ തിരക്കഥ, നല്ല ക്വാളിറ്റി കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് കാണാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിനിമയേ അല്ല ഈ സിനിമ. ഈ സിനിമയുടെ മെയിൻ രണ്ട് വ്യക്തികൾ, ഒന്ന് ഇതിൻ്റെ സംവിധായകൻ അദിക് രവിചന്ദ്രൻ. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും പുള്ളിയെ പോപ്പുലറൈസ് ആക്കിയ ഒരു സിനിമ എന്ന് പറയുന്നത് മാർക്ക് ആൻ്റണിയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, പുള്ളിയുടെ സിനിമയിലെ ഹ്യൂമർ, അത് കൈകാര്യം ചെയ്യുന്ന രീതി, അതിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്ന രീതി, ഇതൊക്കെ നമുക്ക് അതിനകത്തിലൂടെ തന്നെ പുള്ളിക്കൊരു സിഗ്നേച്ചർ നേടിക്കൊടുത്ത ഒരു സിനിമയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടർ പ്ലസ് അജിത്ത്, പുള്ളി തല അല്ലെങ്കിൽ ഈ പറയുന്ന കടവുള്ളി അജിത്ത് ഇങ്ങനെയുള്ള വിളികളൊന്നും പാടില്ല എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കിയതിന് ശേഷം എനിക്കൊന്ന് വിടാമുയർച്ചി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു തോന്നലുണ്ടായി, ഓക്കെ പുള്ളി ഇനി ഈ പറയുന്ന പോലെ വലിയ ഹീറോ പരിവേഷമുള്ള കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, കുറച്ചുകൂടെ ജെന്യുവിനായിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന ഒരു മെസ്സേജാണോ ഇതെന്നൊക്കെ ചിലർക്ക് ഒരു പക്ഷേ തോന്നിക്കണം. അങ്ങനെയൊക്കെ ഉള്ള തോന്നലുകൾ എല്ലാം മാറ്റി, അതായത് ആ തോന്നലുകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയിലെ ട്രീറ്റ്മെൻറ്റ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. അതായത് ഒരു ഏറെക്കുറെ പകുതി മുക്കാലും അജിത്ത് ഇങ്ങനെ നടക്കുകയാണ്, സ്ലോ മോഷൻ പ്ലസ് BGM. അജിത്തിൻ്റെ പഴയകാല ബില്ലയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, ആ രീതിയിലൊക്കെ സ്യൂട്ട് കൂട്ടിട്ട് വരുന്നു, നടക്കുന്നു, വീട്ടിൽ കയറുന്നു, ക്യാഷ്വൽ ഡ്രസ്സ് ഇടുന്നു, വീണ്ടും നടക്കുന്നു, ഇതെല്ലാം സ്ലോ മോഷൻ, പിന്നെ പ്ലസ് BGM, പിന്നെ പുള്ളി പ്രൈവറ്റ് ജെറ്റിൽ വരുന്നു, വീണ്ടും നടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു പേഴ്സണയാണ്, ആ ഒരു പേഴ്സണാലിറ്റിയാണ് പുള്ളിയുടെ ഒരു വലിയൊരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ അപാരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളിക്ക് വേറെ വലിയതായിട്ടൊന്നും കാണിക്കണ്ട, ജസ്റ്റ് ഒന്ന് നടന്നു വന്നാൽ തന്നെ ഒരു മാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആളാണ് അജിത് കുമാർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇന്നയിടത്ത് ഒരു ഹൈ കൊണ്ടുവരാനല്ല നോക്കുന്നത്. ഓരോ 10 മിനിറ്റിലും ഒരു ഹൈ മൊമെൻറ്റ് വരണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ സാധനം തന്നെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംവിധായകൻ മറന്നുപോയത് കഥ, അല്ലെങ്കിൽ നല്ല തിരക്കഥ, നല്ല ഡയലോഗുകൾ പോലും പുള്ളി എഴുതാൻ മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ അജിത് കുമാറിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗുകളിൽ ഒരു വൺ ലൈനർ എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ നല്ല ഡയലോഗ്സ് ഒക്കെ സാധാരണ വരാറുണ്ട് പല സിനിമകളും, പുള്ളിയുടെ ഫ്ലോപ്പ് പടങ്ങളിൽ പോലും. പക്ഷേ ഇതിലൊക്കെ എനിക്ക് ഐ ആം നോട്ട് ഫ്രാങ്ക്, ഇറ്റ്സ് എ പ്രാങ്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പത്തറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെയാണ് ഇതിനകത്തിൽ കേട്ടത്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഫാനാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ
ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ അതിന് മുമ്പുള്ള കാഴ്ചകളിലെ എല്ലാം വെച്ച് തന്നെ ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ഒരു സർപ്രൈസ് എലമെൻ്റ് പോലെ ഒരു വിജയ് റെഫറൻസ് പോലും കടന്നു വരുന്നുണ്ട്. പിന്നീട് ഈ ഇൻ്റർവെൽ ബ്ലോക്ക് തൊട്ട്, അതായത് കഥയിലെ വില്ലൻ നമ്മളുടെ അർജുൻ ദാസ് പുള്ളി വരുന്നിടം തൊട്ട് കഥ വേറൊരു രീതിയിൽ കുറച്ച് മെച്ചപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്ററാണ് സിനിമ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോകേഷ് കനകരാജൻ നമ്പർ, അതായത് പഴയ റിട്രോ സോങ് ഒക്കെ വരുന്നുണ്ട്. സിമ്രാനെ ഭയങ്കര ആഘോഷമാക്കുന്നുണ്ട് സിനിമ. സിമ്രാൻ്റെ പഴയ സുൽത്താന സോങ് ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയ വാര്യർ, ഈ പറയുന്ന അർജുൻ ദാസും മൊത്തമുള്ള അത് ഒരുപാട് പേര് കണ്ടിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വാലി സിനിമയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അത് കൈൻഡ് ഓഫ് ഈ ഒരു മാസ് മസാലയുടെ ഒക്കെ ഒരു എപ്പിറ്റമിൽ അവതരിപ്പിക്കുന്ന ഈ സിനിമയുടെ ഇടയ്ക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നൊസ്റ്റാൾജിയ നിങ്ങളിൽ സ്ട്രക്ക് ആകാനുള്ള ഒരു ചാൻസ് ഇത് ഉണ്ട്, ഈ സിനിമയ്ക്കുണ്ട്. അത് പിന്നെ ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ മനസ്സിലാകാത്ത ഒരുപാട്, അതായത് ഈ തമിഴ് പോപ്പ് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ തമിഴിൽ ഒരു പക്ഷേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവരുടെയൊക്കെ റെഫറൻസ് ഒക്കെ വന്നു. അതുകൊണ്ട് തന്നെ ചിലതൊന്നും മനസ്സിലായില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചേസ് സീക്വൻസ് വരുന്നതിനകത്ത് ഒരു പുലി എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഒക്കെ ഉണ്ട്. അതിലൊരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. അപ്പോൾ ഈ തമിഴ് ഓഡിയൻസൊക്കെ പുള്ളിയൊക്കെ കാണുമ്പോഴും ഭയങ്കര കൈയടി. ആ പുള്ളി ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. റെഫറൻസിൻ്റെ പെരുമഴയാണ് സിനിമയിൽ ഉടനീളം. അജിത്ത് ആവുമ്പോൾ മറ്റേ റേസിങ്, കോട്ട് സ്യൂട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം ഇതിനകത്ത് വേണ്ടുവോളം ഇങ്ങനെ പിന്നെയും വന്ന് പോകുന്നുണ്ട്. അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഈ തല ആരാണ്, തല അതാണ്, തല ഇതാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ ഭയത്തിക്കേ ഭയം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഴയ പല സിനിമകളിൽ നിന്നുമൊക്കെ എടുത്ത റെഫറൻസ് ഡയലോഗുകൾ ഉൾപ്പെടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സിനിമ. അവസാനം ഒരു കാറിൽ അണ്ണൻ, റേസിംഗ് കാർ, ഒരു സ്പോർട്സിൽ അണ്ണൻ വരുന്നു. അത് പെട്ടെന്ന് പഴയ നമ്മുടെ ജെയിംസ് ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ CD മൂസയിൽ വരെ കാണിച്ച പോലത്തെ വെപ്പൺസും അമ്യൂണിഷൻസും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു കാറായിട്ടത് മാറുന്നു. പിന്നെ ഒരു വെടിക്കെട്ട് പോലെയാണ് പിന്നീട് അങ്ങോട്ട് സിനിമ. BGMൻ്റെ കാര്യത്തിൽ GV പ്രകാശ് കുമാർ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ പാട്ടുകളുടേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം റിട്രോ സോങ് ആയിട്ടുള്ള സുൽത്താന അതേപോലെയുള്ള സോങ്ങുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു ട്രിബ്യൂട്ട് പോലെ എനിക്ക് തോന്നുന്നു കമൽ ഹാസൻ്റെയും രജനീകാന്തിൻ്റെയും ഉൾപ്പെടെ ഉള്ള സോങ്സൊക്കെ ഫൈറ്റ് സീക്വൻസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ മൊത്തത്തിൽ ഒരു സെലിബ്രേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ്. പടം തീരുമ്പോൾ വീണ്ടും ഒരു ഡയറക്ടർ ഒരു സൂചന നൽകുന്ന പോലെ, അതായത് AK-64 2026 ഇത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളിടത്തൊക്കെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഗുഡ് ബാഡ് അഗ്ലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡ് കാറ്റഗറിയിലുള്ള, അതായത് നിങ്ങൾ തല ഫാനാണ്, അജിത് ഫാനാണ്, പുള്ളിയുടെ പോയ കാലത്തെ സിനിമകളെ പറ്റിയിട്ടൊക്കെ ധാരണയുണ്ട്, ഡയലോഗുകളെ പറ്റിയിട്ടുള്ള ധാരണയുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ സിനിമ. അല്ലാത്തവർക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.